മത്തായി 2:1-12 7 ക്രിസ്തുമസ് ധ്യാന ചിന്തകൾ. 1. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഉണ്ണി ഈശോയെ സന്ദർശിക്കാൻ എത്തിയത് കിഴക്ക് കണ്ട നക്ഷത്രത്തിൻ്റെ അടയാളത്തെ പിന്തുടർന്നു വന്ന ജ്ഞാനികളാണ്. നക്ഷത്രം യേശുവിൻ്റെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നു. ഈ ദിവ്യ ശിശു ആരാണെന്ന് കൃത്യം മനസ്സിലാക്കി അതനുസരിച്ചുള്ള നേർച്ച കാഴ്ചകളുമായി എത്ര ത്യാഗമെടുത്താണ് അവർ ദിവ്യ ശിശുവിനെ ആരാധിക്കാനായി എത്തിയതെന്ന് ചിന്തിക്കുക. ഉണ്ണി ഈശോയെ കണ്ടുമുട്ടാനും കുമ്പിട്ടാരാധിക്കുവാനുമായി നമുക്കും ക്രിസ്തുമസിനായി ത്യാഗപൂർവം ഒരുങ്ങാം. 2. ഹെറോദേസിൻ്റെ കൊട്ടാരം കണ്ടപ്പോൾ കൊട്ടാരത്തിലായിരിക്കും യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എന്ന് വിചാരിച്ച് എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവനെന്ന് അവർ കൊട്ടാരത്തിൽ അന്വേഷിച്ചപ്പോൾ നക്ഷത്രം അപ്രത്യക്ഷമായത് ശ്രദ്ധിക്കുക. 3. യഹൂദരുടെ രാജാവായി ജനിച്ചവനെക്കുറിച്ച് കേട്ടപ്പോൾ തങ്ങളുടെ രാജത്വത്തിന് ഭംഗം വരുമെന്ന് കരുതിയായിരിക്കും ഹെറോദേസ് രാജാവും ജെറുസലേം മുഴുവനും അസ്വസ്ഥരായത്. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ഹെറോദേസ് പ്രധാന പുരോഹിതന്മാരോടും നിയമജ്ഞരോടും ചോദിച്ചപ്പോൾ മിക്ക 5 ഉദ്ധരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. ഹെറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ ശേഷം അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. ഹെറോദേസിൻ്റെ കപട വാക്കുകൾ ശ്രദ്ധിക്കുക. 4. ജ്ഞാനികൾ കൊട്ടാരം വിട്ടിറങ്ങിയപ്പോൾ കിഴക്കു കണ്ട നക്ഷത്രം വീണ്ടും അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. യേശുവിൻ്റെ ജനനത്തിൽ സന്തോഷിച്ചവരെയും അസ്വസ്ഥരായവരെയും കുറിച്ച് ധ്യാനിക്കുക. 5. അവർ ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും കുമ്പിട്ടാരാധിക്കുകയും ചെയ്തു എന്ന് പറയുന്നതിൽ വിശുദ്ധ മത്തായിയുടെ മരിയ ദർശനമാണ് പ്രകടമാകുന്നത്. അതായത് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ പുത്രനോട് ചേർന്ന് നിൽക്കുന്ന അമ്മ. 6. പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചവെച്ചത് യെശയ്യാ 60:6-11-13 വെളിച്ചത്തിൽ ധ്യാനിക്കുക. സ്വർണം യേശുവിൻ്റെ രാജത്വത്തെയും കുന്തിരിക്കം ദൈവത്വത്തെയും പൗരോഹിത്യത്തെയും മീറ രക്ഷാകരമായ സഹനത്തെയും സൂചിപ്പിക്കുന്നു. 7. സ്വപ്നത്തിൽ ദൈവദൂതൻ അറിയിച്ചതനുസരിച്ച് അവർ ഹെറോദേസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാതെ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ദൈവഭക്തരെ ദൈവിക വഴികളിലൂടെ നയിക്കുന്ന ദൈവദൂതരെക്കുറിച്ചും ദൈവാത്മാവിനെക്കുറിച്ചും ധ്യാനിക്കുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.